നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിക ലോകത്തിന് ഖലീഫമാരായി വന്ന 4 ഖലീഫമാർ. ഒന്നാമത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാമത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മൂന്നാമത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നാലാമത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു എന്നിവരാണ്. ഇവരിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൻ്റെ വാർദ്ധക്യത്തിൽ, എന്നുവെച്ചാൽ 83-ാമത്തെ വയസ്സിൽ അതിനിഷ്ഠുരമായി കൊല ചെയ്യപ്പെട്ടു. ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഘാതകർ? എന്തിനു വേണ്ടിയായിരുന്നു ആ വൃദ്ധനായ മനുഷ്യനെ കൊന്നത് എന്ന ചരിത്രപരമായ സംഭവം വിശദീകരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വീഡിയോ അല്പം ദൈർഘ്യമായി തോന്നിയാലും എല്ലാവരും വിശദമായി കണ്ട് മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും പഠിക്കേണ്ടതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരു സഹാബിയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. റഅയ്തു അലാ ബാബിൽ ജന്നത്തി മക്തൂബൻ ബി ഇസ്മി ഉസ്മാൻ വറഅയ്തു അലാ ജനാഹൈ ജിബ്രീല മക്തൂബൻ ബി ഇസ്മി ഉസ്മാൻ ലിക്കുല്ലി നബിയ്യിൻ റഫീഖും ഫിൽ ജന്ന വ റഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ. അതായത് സ്വർഗത്തിൻ്റെ എല്ലാ വാതിൽക്കലും ഉസ്മാൻ്റെ പേരെഴുതി വെക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ 2 ചിറകുകളിലും ഉസ്മാൻ്റെ പേരെഴുതി വെക്കപ്പെട്ടതായി ഞാൻ കണ്ടു. അതുപോലെ തന്നെ എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു ഉത്തമ കൂട്ടുകാരനുണ്ടാകും, എൻ്റെ കൂട്ടുകാരൻ ഉസ്മാനാണ് എന്ന് നബി പരിചയപ്പെടുത്തിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചത് കൊണ്ട് ദുന്നൂറൈനി എന്ന ഇരട്ട പേരുള്ള ഒരു വ്യക്തിയായിരുന്നു ബനു ഉമയ്യ കബീലയിൽപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയത്ത്, അദ്ദേഹം വെട്ടേറ്റാണ് മരിക്കുന്നത്. ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് മലയുടെ മുകളിൽ വെച്ച് ഷഹീദാനി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയും 2 ശുഹദാക്കൾ എന്ന് പറഞ്ഞിരുന്നു. അക്കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമർ ഖത്താബും ഉസ്മാൻ ബിൻ അഫ്ഫാനും ശത്രുവിൻ്റെ ആയുധം കൊണ്ട് ഷഹീദാകുമെന്ന് മുൻകൂട്ടി ദർശനം ചെയ്തിരുന്നു എന്നത് വ്യക്തം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് കിടക്കുന്ന സമയത്ത് ഒരു ശൂറ രൂപീകരിച്ചു. അതിൽ 7 പേരുണ്ടായിരുന്നു, പ്രമുഖരായ ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അശറത്തുൽ മുബശ്ശിറയിൽപ്പെട്ടവരായിരുന്നു അതിൽ കൂടുതലും. അങ്ങനെ അവരോട് നിർദ്ദേശം നൽകിയത്, ഞാൻ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യോഗം ചേർന്ന് ഇവരിൽ ആരെയെങ്കിലും ഒരാളെയാണ് എനിക്ക് ശേഷം ഖലീഫയായി തിരഞ്ഞെടുക്കേണ്ടത് എന്നായിരുന്നു. ആ പട്ടികയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരുണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ രോഗശയ്യയിൽ വെച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളെ വിട്ട് വിളിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ പേര് കൂടി ഞാൻ നിശ്ചയിച്ച ശൂറയിലുള്ളത് കൊണ്ട് നിങ്ങളോട് എനിക്കൊരു ഉപദേശം തരാനുണ്ട്. അതായത് നിങ്ങളാണ് ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്കിൽ ഞാൻ നിശ്ചയിച്ച ഗവർണർമാർ അവരെ 1 വർഷത്തേക്ക് ഒരു കാരണവശാലും നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റരുത് എന്ന് വസിയത്ത് ചെയ്തിരുന്നു. ആ സമയത്ത് മക്കയിൽ ഗവർണറായി ഉണ്ടായിരുന്നത് നാഫിഉൽ ഹുസായി റളിയല്ലാഹു അൻഹു, ത്വായിഫിലെ സുഫിയാനു സഖഫി റളിയല്ലാഹു അൻഹു, കൂഫയിലെ മുഗീറത്ത് ബിൻ ശൂബ റളിയല്ലാഹു അൻഹു, ഈജിപ്തിൽ അംർ ബിൻ ആസിർ റളിയല്ലാഹു അൻഹു, ഡമസ്കസിൽ
മുആവിയ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അബ്ദുല്ലാസ് റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ. ഇങ്ങനെയായിരുന്നു ഇവർ ഗവർണർമാരായി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം ചെയ്ത നന്മകൾ നമുക്കറിയാം. ജമ്മുൽ ഖുർആൻ ഒരുമിച്ച് കൂട്ടി റസ്മു ഉസ്മാനി എന്ന ലിപി കൊണ്ടുവന്നു. വളരെ സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഖുർആൻ മനഃപ്പാടമാക്കിയ സ്വഹാബികൾ മരിക്കുന്നത് കണ്ട് ഖുർആന് ലോകത്തിൽ നിന്ന് അന്യം നിന്ന് പോകാതിരിക്കാൻ ഖുർആനിൻ്റെ വളരെ സൂക്ഷ്മതയോടുകൂടി തയ്യാറാക്കിയിട്ട് അതിൻ്റെ പകർപ്പുകൾ ഈ പറയപ്പെട്ട എല്ലാ ഗവർണർമാർക്കും അയച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ജാമിയുൽ ഖുർആൻ എന്നൊരു പേരും കൂടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്. അദ്ദേഹം ഖുർആൻ ഓതാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഓത്തിൻ്റെ സംഗീതം ആസ്വദിച്ചുകൊണ്ട് മലക്കുകൾ വരെ താഴെ ഇറങ്ങുമായിരുന്നു എന്ന് പല റിവായത്തുകളിലും കാണപ്പെടുന്നു. ഖബറിനെ അങ്ങേയറ്റം ഭയപ്പെട്ട മനുഷ്യൻ, കുടുംബ ബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യൻ, അങ്ങേയറ്റം സമ്പന്നനായ ബിസിനസ്സുകാരൻ, സ്വന്തമായി ഇഷ്ടം പോലെ പണമുണ്ടായിരുന്ന ഒരു വ്യക്തി, ആ പണത്തിൻ്റെ ഭൂരിഭാഗവും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച മനുഷ്യൻ, അങ്ങേയറ്റം വിനയാന്വിതൻ, എല്ലാവരുടെ മുന്നിലും ലജ്ജയോടെ നാണത്തോടെ നടക്കുന്ന ഒരു മനുഷ്യൻ. ഇതൊക്കെയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന വ്യക്തി എന്ന് നമ്മളെല്ലാവരും ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ കഥയിലേക്ക് വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പറയപ്പെട്ട ഗവർണർമാരെ തൻ്റെ ഭരണത്തിൻ്റെ ആദ്യ വർഷത്തിൽ അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ അവരെ നിലനിർത്തി. പക്ഷെ അക്കാലത്ത് ഈ റോമ സംസ്കാരം, സിറിയ, ഈജിപ്ത്, കൂഫ, ബസറ എന്നിവിടങ്ങളിൽ ഈ റോമ സംസ്കാരത്തിൽ നിന്നും അതുപോലെ പേർഷ്യ സംസ്കാരത്തിൽ നിന്നും വന്നുകൂടിയ മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നത്. അവർക്ക് തന്നെ റോമാക്കാരുമായും അതുപോലെ തന്നെ പേർഷ്യക്കാരുടെയും സംസ്കാരം ഉൾക്കൊണ്ടവരായിരുന്നു അവരിൽ ഭൂരിഭാഗവും. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ആരോപണങ്ങൾ തുടങ്ങുന്നത് അദ്ദേഹം കൂഫയിലുണ്ടായിരുന്ന ഗവർണർ മുഗീറത്ത് ബിൻ സൂബയെ മാറ്റി സയ്യിദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനെ നിയമിക്കുന്നു. ഈ സയ്യിദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി അവിടെയുള്ളവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. അതേ തുടർന്ന് പിന്നെയും അദ്ദേഹത്തെ മാറ്റി അവിടെ അബ്ദുല്ലാഹി ബിൻ മസൂദ് റളിയല്ലാഹു അൻഹുവിനെ ഗവർണറാക്കി നിയമിച്ചു. അതിനുശേഷം അദ്ദേഹത്തെയും ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് മാറ്റി വലീദ് ബിൻ ഉക്ബ എന്നവരെ ഏൽപ്പിച്ചു. ഈ വലീദ് ബിൻ ഉക്ബ എന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇദ്ദേഹത്തെ പറ്റി സൂറത്ത് നൂറിൽ നമുക്കറിയാം. ആയിഷ ബീവിയെ പറ്റി പറഞ്ഞ ഒരു അപവാദത്തിൻ്റെ കഥ. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅക്കും ഫാസിക്കും ബിനബയിൻ ഫതബയ്യനു, സത്യവിശ്വാസികളെ, ഒരു തെമ്മാടി ഒരു വാർത്തയും കൊണ്ട് വന്നാൽ നിങ്ങളതിൻ്റെ വിശദീകരണം തേടണം എന്ന് പറഞ്ഞത് ഈ വലീദ് ബിൻ ഉക്ബ എന്ന സഹാബിയെ പറ്റിയാണ് എന്ന് ആരോപണമുണ്ട്. അപ്പോൾ ഈ അബ്ദുല്ലാഹി ബിൻ മസൂദ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റിക്കൊണ്ട് ഈ വലീദ് ബിൻ ഉക്ബ എന്നവരെ ഏൽപ്പിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ രണ്ട് ആരോപണം ഉണ്ടായി. എന്താ ആരോപണം എന്ന് വെച്ചാൽ, ഒന്ന്, ഈ വലീദ് ബിൻ ഉക്ബ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവൊത്ത സഹോദരനാണ്. അതായത് ഉമ്മ ആദ്യ വിവാഹത്തിലുണ്ടായ ഒരു സഹോദരനാണ് ആര്? ഈ വലീദ് ബിൻ ഉക്ബ എന്ന വ്യക്തി. അയാളാണെങ്കിലോ ഖുർആന്
ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിയുമാണ്. അപ്പം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വജനപക്ഷം കാണിച്ചു. തൻ്റെ മാതാവിലൊത്ത സഹോദരനെ, അതുപോലെ തന്നെ ഖുർആനിൽ ഇങ്ങനെ വിമർശനം വന്ന വ്യക്തിയെ ഗവർണറാക്കി എന്ന് പറഞ്ഞു. ജനങ്ങളുടെ ഇടയിൽ ഒരു വിവാദം സൃഷ്ടിച്ചു, കുറച്ച് ആളുകൾ കൂടിയിട്ട്. അതുപോലെ സയ്യിദ് ബിൻ ആസ് അദ്ദേഹത്തെ അങ്ങനെ വിവാദം ഉണ്ടായപ്പോൾ മാറ്റിയിട്ട് സയ്യിദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഹിജ്റ 30 അവിടെ എന്ത് ചെയ്ത് പിന്നെ ഗവർണറാക്കി. അങ്ങനെ ഗവർണറാക്കിയ സമയത്ത് ഇദ്ദേഹത്തെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സമയത്ത് അവിടെ ഈ പിന്നെ മാറ്റിയിട്ട് മാലിക് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഗവർണറാക്കി കൊണ്ടുവരുന്നത്. അപ്പം ഈ മാലിക് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു വിവാദമായിട്ടൊരു പരാമർശം നടത്തി. എന്താണെന്നറിയോ? ഖുറൈശികളുടെ ബുസ്താനായി മാറിയെന്ന്. അത് ഇറാഖുകാർക്ക് സഹിച്ചില്ല. അതുകൊണ്ട് തന്നെ അവിടെയും വലിയ വിവാദം ഉണ്ടായി. അങ്ങനെ ഈ ഗവർണർമാരെയൊക്കെ മാറ്റി മാറ്റി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില ആളുകൾ വേറൊരു വിവാദവും കൊണ്ട് വന്നത്. അതായത് ആ വിവാദം എന്താണെന്ന് വെച്ചാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ജമ്മ് ചെയ്തപ്പോൾ അതിൽ വലിയ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണ്. ഖുർആനിൽ തിരുത്തലുകൾ വരുത്തി ഉസ്മാൻ. അത് കേട്ടപ്പോൾ ജനങ്ങൾ വല്ലാതെ ഇളകി. അതിൻ്റെ ഭാഗമായി ഈജിപ്തുകാരായ കുറേ ആളുകൾ ഈ പറഞ്ഞ ഗവർണർമാരുടെ വിഷയവുമായി പരാതിയുമായി വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് അവരുടെ പരാതി കേട്ട് നടപടി ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അവരുമായിട്ട് ചർച്ച നടത്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പ്രതിരോധം ഒരുക്കി. അതേപോലെ മറ്റൊരു വിവാദം ഉണ്ടായത് ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന മിമ്പറുണ്ട്. ഈ ജനങ്ങളുടെ എണ്ണം വല്ലാതെ കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഖുതുബ ഓതാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു മിമ്പറിന് ഒരു സ്റ്റെപ്പ് വർദ്ധിപ്പിച്ച് അയിമിലേക്ക് കയറി 3-ാമത്തെ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നിട്ട് ഖുതുബ നടത്താൻ തുടങ്ങിയപ്പോൾ അതും ചിലർ വിവാദമാക്കി. എന്താ പറഞ്ഞേ? അള്ളാഹുവിൻ്റെ റസൂലോ അബൂബക്കർ സിദ്ദീഖോ ഉമർ ബിൻ ഖത്താബോ ചെയ്യാത്ത കാര്യമാണ് ഉസ്മാൻ ചെയ്തത്. ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറി മിമ്പറിൽ നിന്ന് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റാണ് എന്ന് എന്ത് ചെയ്തു? ഈ ഒരു വിഭാഗം അപവാദങ്ങൾ പ്രചരിപ്പിച്ചു. അതോടെ ജനങ്ങൾ വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങി. അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ പിന്നെ ഒരു ഹജ്ജിൻ്റെ സീസണാണ്. ആ സമയത്ത് ഈജിപ്തിൽ നിന്ന് 600 പേരും ഇറാഖിൽ നിന്ന് 200 പേരും വേറെ പല ദിക്കുകളിൽ നിന്നായി 2000-ത്തിലധികം പേര് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മദീനയിലേക്ക് വരികയാണ്. മദീനയിൽ വന്ന് ഇദ്ദേഹത്തെ പറ്റിയുള്ള ഈ അപവാദങ്ങളൊക്കെ പറയുകയാണ് ഇവർ. അതായത് ഖുർആനിൽ തിരുത്തി, പിന്നെ മിമ്പറിൻ്റെ വ്യത്യാസം വരുത്തി, സ്വജനപക്ഷപാതം നടത്തി. അതുപോലെ മറ്റൊരു വലിയ വിവാദം ഉണ്ടായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേരത്തെ ഞാൻ പറഞ്ഞു വലിയ സമ്പന്നനായിരുന്നു. അദ്ദേഹം തൻ്റെ കുടുംബക്കാർക്കെല്ലാം സമ്പത്ത് അകമഴിഞ്ഞ് കൊടുത്തിരുന്നു. അത് വെച്ചിട്ട് ഇവർ പറഞ്ഞത് ഈ ബൈത്തുൽ മാലിൽ നിന്ന് ഉസ്മാൻ സ്വന്തം കുടുംബക്കാർക്ക് വാരിക്കൊടുക്കുന്നു എന്നാണ് ആരോപണം ഉണ്ടാക്കിയത്. അങ്ങനെ ഇരിക്കെ ഈ മുഹമ്മദ് ബിൻ അബീബക്കർ റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബി ഉണ്ടായി. അദ്ദേഹത്തെ ഒരു സ്ഥലത്തേക്ക് ഗവർണറായി നിശ്ചയിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് അങ്ങോട്ട് ഗവർണറായി ചാർജ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. അപ്പോൾ ഈ പേർഷ്യക്കാരായ ഈ വിഘടനവാദികളുടെ വലയിൽപ്പെട്ട ഹിംറാൻ ബിനു ഹബ്ബാൻ എന്ന് പറയുന്ന ഒരു അടിമ
ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയാണ്. അയാൾ എന്ത് ചെയ്തെന്നറിയോ? ഈ മുഹമ്മദ് ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗവർണറായി ചാർജ് എടുക്കാൻ പോകുന്ന സമയത്ത് ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സീലും ഉപയോഗിച്ചുകൊണ്ട് ഒരു കള്ള കത്തുണ്ടാക്കി. എന്താ കത്ത് പറഞ്ഞേ? അവിടെയുള്ള നിലവിലുള്ള ഗവർണറോട് ഇദ്ദേഹം അവിടെ എത്തിയാൽ ഇദ്ദേഹത്തെ കൊന്നു കളയണം എന്നൊരു പേപ്പറിൽ എഴുതി ഉണ്ടാക്കിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സീലും വെച്ചുകൊണ്ട് ഈ മുഹമ്മദ് ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചെന്ന് കാണിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങളെ ആരായി? മുഹമ്മദ് ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് ഓർക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. അദ്ദേഹത്തെ ചെന്ന് ഈ കത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്ന ആ നാട്ടിൽ നിലവിലുള്ള ഗവർണർക്ക് തന്നയച്ച കത്താണ്. ഇത് ഞാൻ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ വെച്ചിട്ട് ആ ഗവർണർ എന്ത് ചെയ്യും? കൊന്നുകളയും. അതുകൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു. അതോടെ ഈ മുഹമ്മദ് ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് വലിയ തോതിൽ ശത്രുത തോന്നി. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ നായില ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. അങ്ങനെ ഈ പറയപ്പെട്ട ഈജിപ്തുകാരും ആയ 600 പേരും ഇറാഖുകാരായ ആളുകളും മറ്റുമൊക്കെ കൂടി ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയിൽ നിന്ന് അദ്ദേഹം ഖുതുബ ഓതി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തെ അതിലൊരാൾ കയറി മുഖത്തേക്ക് അടിച്ചതോടെ പ്രശ്നം രൂക്ഷമായി. ഈ വിഷയം ആരറിയുന്നു? പ്രമുഖ സഹാബികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സംരക്ഷണം ഒരുക്കാൻ തീരുമാനിച്ചു. അതിന് മുഖ്യ സംരക്ഷകനായി സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം തൻ്റെ മക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഉൾപ്പെടെ കുറേ സഹാബികളെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിന് കാവലിരുത്തി. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹം ഇജ്തിഹാദ് പ്രകാരം പേഴ്ചതാകോ എന്തോ മനുഷ്യ സഹജമായ വാർദ്ധക്യ സഹജമായുള്ള ഗവേഷണങ്ങളിൽ വന്ന തെറ്റുകൊണ്ടാകാം അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ റമദയിലേക്ക് നാട് കടത്തിയത്. അതുപോലെ അമ്മാർ ബിൻ യാസറിനെ ഇത്തരത്തിൽ മറ്റൊരു നാട്ടിലേക്ക് നാട് കടത്താൻ ശ്രമിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഇടപെട്ടാണ് ആ നടപടിയിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. ചുരുക്കി പറഞ്ഞാൽ ഈ സഹാബികളും ഭൂരിഭാഗവും ഹജ്ജിൻ്റെ സമയമായതുകൊണ്ട് ആയിഷ ബീവി ഉൾപ്പെടെയുള്ളവർ നബി തങ്ങളുടെ പ്രമുഖ സഹാബിമാരായ സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം തന്നെ മക്കയിലേക്ക് ഹജ്ജിന് പോയിരിക്കുകയായിരുന്നു. അതുപോലെ വലിയൊരു വിഭാഗം സഹാബികൾ അസർബൈജാനിലും ഉസ്ബെക്കിസ്ഥാൻ്റെ ഭാഗത്തേക്കൊക്കെ ഇസ്ലാമിക സാമ്രാജ്യ വിപുലീകരണത്തിൻ്റെ ഭാഗമായി യുദ്ധത്തിന് പോയ സമയമായിരുന്നു. അങ്ങനെ സഹാബാക്കൾ പലരും പല ദിക്കിലായി നിൽക്കുന്ന സമയമാണ്. മദീന സുരക്ഷിതമാണ് എന്നാണ് സഹാബാക്കളിൽ ഭൂരിഭാഗവും കരുതിയത് എങ്കിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കബീലക്കാരൻ തന്നെയായ കുടുംബക്കാരൻ തന്നെയായ മുആവിയ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഡമാസ്കസിലേക്ക് എൻ്റെ കൂടെ പോരൂ. കാരണം മദീന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമല്ല എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ നിന്ന് നിങ്ങൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഡമാസ്കസിൽ ഞാനൊരു പച്ച കൊട്ടാരം ഉണ്ടാക്കിയിട്ടുണ്ട്.
നിങ്ങൾ അങ്ങോട്ട് പോരൂ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിന്ന് എന്നെ വലിച്ചു കൊണ്ടുപോകാനാണോ മുആവിയ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നിന്ന് മരണപ്പെടാനാണ്, അല്ലാതെ മറ്റൊരിടത്തേക്കും ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ക്ഷണം നിരസിച്ചത്. അങ്ങനെ ഈ ദുൽഹജ്ജ് മാസം 18 അന്ന് ഈ പറഞ്ഞ ആളുകളൊക്കെ ഈ ഈജിപ്തിൽ നിന്നും ഇറാഖിൽ നിന്നുമൊക്കെ എത്തിയ ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞിരുന്നു. ഈ വീട് വളഞ്ഞപ്പോൾ വീടിൻ്റെ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോലെയുള്ള വിരലിൽ എണ്ണാവുന്നവർ വീടിൻ്റെ വാതിൽക്കൽ കാവലുണ്ട്. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്രാൻ ബിൻ ഹബ്ബാൻ എന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമ എന്ത് ചെയ്തെന്നറിയോ? ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വീട് വളഞ്ഞിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഒരു അമ്പ് തൊടുത്തു. അതോടെ ഈ കൂടിയിരുന്ന ആളുകൾ അങ്ങേയറ്റം ക്രുദ്ധരായി. നമ്മൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആക്രമിച്ചു എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു പോലെയുള്ളവരെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് വീട്ടിൻ്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറുകയാണ്. ഈ കയറുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സംരക്ഷണം കൂടുതൽ ജാഗരൂകമാക്കുന്നതിന് വേണ്ടി ഡമാസ്കസിൽ നിന്ന് ഒരു സംഘം മുസ്ലിം പട്ടാളം ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന വിവരവും കൂടി കിട്ടിയപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടപടിയാക്കുക എന്ന ഉദ്ദേശത്തോടും കൂടെയാണ് ഈ വീട് വളഞ്ഞവർ വീട്ടിനകത്തേക്ക് ഇരച്ച് കയറുന്നതും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വെട്ടുന്നത്. അദ്ദേഹത്തെ വെട്ടി അദ്ദേഹത്തിൻ്റെ ഷർട്ട് പൊതിരെ ചോരയിൽ മുങ്ങി. ആ വെട്ടുന്ന സമയത്ത് ഇദ്ദേഹം നോമ്പുകാരനായിരുന്നു, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഖുർആനിൽ അദ്ദേഹം ഓതിയിരുന്ന ഒരു ആയത്തിലെ വസയക്ഫീകഹുമുല്ലാഹ് എന്ന വാക്കിൻ്റെ മുകളിൽ ചോര വീണു. ഇദ്ദേഹത്തെ തുരുതുരായി ഇവർ വെട്ടി കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ സഹാബാക്കളിൽ ഭൂരിഭാഗവും, അതിലാകെ ഈ സഹാബത്ത് ഈ പറയപ്പെട്ട അക്രമികളിൽ ആരുമില്ല, ആകെ ഉണ്ടായിരുന്നത് ഈ മുഹമ്മദ് ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി മാത്രമാണ്. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ താടിയിൽ പിടിച്ചു വലിച്ചു. അദ്ദേഹം ഒരുപക്ഷെ കരുതിയത് ഈ കൂടി വന്നവരെല്ലാം തന്നെ സഹാബികളായിരിക്കുമെന്നാണ്. പക്ഷേ ഈ മുഹമ്മദ് ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിൻ്റെ ബാപ്പ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ താടിയിൽ പിടിക്കുന്നത് അദ്ദേഹം തന്നെ തടയുമായിരുന്നു. കാരണം അദ്ദേഹം വളരെ ആദരവോടെ എൻ്റെ താടിയിൽ പിടിച്ച് ബഹുമാനിച്ച വ്യക്തിയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. പക്ഷേ ഈ മുഹമ്മദ് ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ധാരണ ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഈ വൃദ്ധൻ തന്നെ കൊല്ലാൻ വേണ്ടി ഗവർണർക്ക് കത്ത് കൊടുത്തവനാണ്, ഇദ്ദേഹത്തെ വിട്ടാൽ പറ്റൂല എന്നതായിരുന്നു. അങ്ങനെ ഇവരെല്ലാം കൂടി ചേർന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തി. ഹസൻ റളിയല്ലാഹു അൻഹു വഴി അലി റളിയല്ലാഹു അൻഹു ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ ഉടനെ അവിടെ എത്തി വലിയൊരു വടിയുമായി വന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അടിക്കുകയാണ് ആ വടി കൊണ്ട്. എൻ്റെ ഷെയ്ഖായ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ നിങ്ങൾ എങ്ങനെ അനുവദിച്ചു എന്നതായിരുന്നു ചോദ്യം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ മയ്യത്ത് നിസ്കാരത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് നായില ബീവിയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം മയ്യത്ത് നിസ്കാരം കൂടി നടത്തിയപ്പോഴാണ് ബാക്കിയുള്ള സഹാബാക്കളെല്ലാം അവിടെ എത്തുന്നത്. വലിയ തിക്കും തിരക്കുമായിരുന്നു
ഇദ്ദേഹത്തിൻ്റെ മയ്യിത്ത് കാണുന്നതിനും ജനാസ നമസ്കാരത്തിനും അനുഭവപ്പെട്ടത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആ രക്തം പുരണ്ട ഷർട്ട് പിന്നീട് നായില ബീവി ഡമാസ്കസിലേക്ക് അയച്ചതും അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുമാണ് ഈ വാക്കിയത്തുൽ സിഫീൻ, വാക്കിയത്തുൽ ജമൽ തുടങ്ങിയ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന യുദ്ധങ്ങൾക്ക് കാരണം. എന്തായാലും ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരായ ആളുകളെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ കഠിന ശിക്ഷയ്ക്ക് ഇരയായവരും അതുപോലെ തന്നെ ഈ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ ഏറ്റുവാങ്ങിയവരുമാണ്. ഇതിൽ അവസാനത്തെ പ്രതിയെയും ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലത്ത് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഇവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, വലിയ സ്വപ്ന വ്യാഖ്യാന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഹറമിലേക്ക് ഹജ്ജിന് പോയ സമയത്ത് ഒരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലാഹുവേ, നീ എനിക്ക് പൊറുക്കില്ല എന്നറിയാം, പക്ഷേ എന്നോട് പൊറുക്കണം, മാപ്പാക്കണം എന്നിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു കാണുകയുണ്ടായി. അപ്പോൾ അയാളോട് അടുക്കൽ ചെന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ, നീ പൊറുക്കില്ല, നീ പൊറുക്കാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് എന്നെനിക്കറിയാം, നീ അത് പൊറുത്തു തരണേ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആനിൽ തിരുത്തലുകൾ വരുത്തി എന്ന് അറിഞ്ഞ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ കരണക്കുറ്റിക്ക് 2 പൊട്ടിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു ഞാൻ. പക്ഷേ അതിനെനിക്ക് അവസരം കിട്ടിയില്ല. പിന്നീട് അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞു. ഞാൻ ജനാസ കാണാൻ വേണ്ടി പോയ സമയത്ത് ഭയങ്കര തിരക്ക്. ആ തിരക്കിൻ്റെ എല്ലാം കഴിഞ്ഞ് ഏകദേശം എനിക്കൊരൊറ്റയ്ക്കൊരവസരം കിട്ടിയപ്പോൾ മയ്യത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന തുണി മാറ്റി എൻ്റെ കൈ കൊണ്ട് ഞാനൊന്ന് അടിച്ചു ആ മുഖത്തേക്ക്. അന്ന് മുതൽ എൻ്റെ കൈ കുഴഞ്ഞു പോയി, തളർന്നു പോയി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചത് എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകർക്ക് എല്ലാവർക്കും തന്നെ ദുനിയാവിൽ വെച്ച് തന്നെ അതികഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന്, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായി എന്ന് ചരിത്രം പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ തല വെട്ടിമാറ്റി വികൃതമാക്കണമെന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിൽ നിന്ന് അവർ തന്നെ പിന്തിരിയുകയാണ് ചെയ്തത് എന്നാണ് ചരിത്രം പറയുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു മരണത്തോടു കൂടെയാണ്, അല്ലെങ്കിൽ ഈ കൊലയോട് കൂടെയാണ് ഇസ്ലാമിക ലോകത്ത് വലിയ വലിയ ഫിത്നയ്ക്ക് കളം ഒരുങ്ങുന്നത്. അതുവരെ ശാന്തമായിരുന്ന ഇസ്ലാമിക സാമ്രാജ്യം പിന്നീട് ഒരുപാട് കലഹങ്ങളുടെയും കലാപങ്ങളുടെയും ഘോഷയാത്രയായി മാറി. അതിനെ തുടർന്നാണ് അലി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ വധിക്കപ്പെടുന്നത് എന്നെല്ലാം പിൽക്കാല ചരിത്രം. എന്തായാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകർ ഈ ദുനിയാവിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ടവരും പരലോകത്ത് അവരെ കാത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു മഹാൻ്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കേവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.